എല്ലാവർക്കും നമസ്കാരം. ഗാസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ കുടിയൊഴിപ്പിക്കാൻ ട്രംപ് പ്ലാൻ ചെയ്യുന്ന, ഇസ്രയേൽ പ്ലാൻ ചെയ്യുന്ന ഗസൻസ്, അവരെ കുടിയൊഴിപ്പിക്കാതിരിക്കാനായി അറബ് രാജ്യങ്ങൾ അറബ് ഉച്ചകോടിയിൽ തീരുമാനമെടുത്തു. പക്ഷേ അസോസിയേറ്റഡ് പ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് കുടിയൊഴിപ്പിച്ചാൽ ഇവരെ അധിവസിപ്പിക്കേണ്ട ഇടങ്ങളെക്കുറിച്ച് അമേരിക്കയും ഇസ്രയേലും രഹസ്യമായി ചില ധാരണകളിലെത്തുകയും അതുമായി ബന്ധപ്പെട്ട് ചില രാജ്യങ്ങളെ സമീപിക്കുകയും ചെയ്തതായിട്ടാണ് വാർത്തകൾ വരുന്നത്. മുൻപും അതേക്കുറിച്ച് ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ആ വാർത്തയ്ക്ക് സ്ഥിരീകരണം വരികയാണ്. ഗസയിലെ 22 ലക്ഷത്തോളം ആളുകൾ, അവരെല്ലാവരും ഹമാസ് ഒന്നുമല്ല, സാധാരണക്കാരുണ്ട്, ഹമാസുമായി ഒരു ബന്ധവുമില്ലാത്തവരുണ്ട്, ഇവരെല്ലാം കൂടി ഒന്നുകിൽ ഈജിപ്തിൽ അല്ല എങ്കിൽ ജോർദാനിൽ അവരെ അധിവസിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. അത് സാധ്യമല്ല എന്ന് രാജ്യങ്ങൾ പറയുകയും അറബ് ഉച്ചകോടിയിൽ വ്യക്തമായ പദ്ധതി, ഒരു $56 ബില്യൺ റീകൺസ്ട്രക്ഷൻ ഗാസ പുനരുദ്ധാന പദ്ധതി ആവിഷ്കരിക്കുകയും നടപ്പാക്കാനായിട്ട് ഒരു ടൈം ഫ്രെയിം തീരുമാനിക്കുകയും ഒക്കെ ചെയ്താണ് പിരിഞ്ഞിരിക്കുന്നത്. കൂടിയാലോചന നടക്കുന്നത്. അതൊരു വശത്ത്. മറുവശത്ത് 3 കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളുമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇസ്രയേലും ചർച്ച നടത്തിയതായി ഇപ്പോൾ വിവരം വെളിയിൽ വരികയാണ്. ആ 3 രാജ്യങ്ങൾ, ഒന്ന് സുഡാൻ, അതൊരു അറബ് രാജ്യമാണ്, ഈജിപ്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു അറബ് രാജ്യം. 2 സൊമാലിയ, 3 സൊമാലിലാൻഡ്. സൊമാലിയയിൽ നിന്നും വിട്ടുപോയ ഒരു പ്രദേശമാണ് സൊമാലിലാൻഡ്. എല്ലാ രാജ്യങ്ങളും ഒന്നും സൊമാലിലാൻഡിനെ പൂർണ്ണ പരമാധികാര രാജ്യം എന്ന ഒരു പദവി അനുവദിച്ചു നൽകിയിട്ടില്ല. എങ്കിലും ഈ 3 രാജ്യങ്ങളുമായും അമേരിക്കയും ഇസ്രയേലും പലസ്തീനിയൻസിനെ, അതായത് ഗാസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്ന പലസ്തീനിയൻസിനെ അധിവസിപ്പിക്കാനായി ചില തന്ത്രപരമായ ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ സുഡാൻ അത് കയ്യോടുകൂടി തന്നെ നിഷേധിച്ചു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടല്ല എന്നും അങ്ങനെ ഒരു കാര്യം ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് കയ്യോടെ നിഷേധിച്ചു. സൊമാലിയ പറയുന്നു, ഞങ്ങൾക്കതേക്കുറിച്ച് അറിവില്ല. സൊമാലിലാൻഡും മൗനം പാലിക്കുന്നു. പക്ഷേ ചില ചർച്ചകൾ നടന്നു എന്നത് വളരെ വ്യക്തമാണ്. എന്താണ് സൊമാലിയയും സൊമാലിലാൻഡും സുഡാനും ഒക്കെ ഇതിന് രംഗത്ത് വരാൻ, പറയപ്പെടാൻ, ഈ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള കാരണം? അതേക്കുറിച്ചാണ് പ്രേക്ഷകരോട് ഞാൻ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഒന്ന്, സുഡാൻ എന്ന രാജ്യം അറബ് രാജ്യമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അബ്രഹാമിക കരാർ ഇസ്രയേലുമായി ഒപ്പിട്ട 4 രാജ്യങ്ങളിൽ ഒന്നാണ് സുഡാൻ. മൊറോക്കോ എന്ന വടക്കൻ ആഫ്രിക്കൻ രാജ്യം, അതുപോലെ ബഹ്റൈൻ, UAE, ഈ 3 അറബ് രാജ്യങ്ങളോടൊപ്പം തന്നെ സുഡാനും അബ്രഹാമിക കരാറിൽ ഒപ്പുവെച്ച രാജ്യമാണ്. അത് 2020-ലാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഊഴത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗത്താണ്. അപ്പോൾ അതനുസരിച്ച് അമേരിക്കയ്ക്ക് വലിയ സുരക്ഷാ ഉറപ്പുകളാണ് സുഡാന് നൽകിയത്. സുഡാനിൽ വലിയ ആഭ്യന്തര കലഹമുണ്ട്. 3 കോടിയിൽ പരം ആളുകൾ ഏതാണ്ട് ഡിസ്പ്ലേസ്ഡ് ആണ്. അതിൽ തന്നെ 1.2 കോടി ആളുകൾ പൂർണ്ണമായും ഡിസ്പ്ലേസ്ഡ് ആണ്. അതുകൊണ്ട് സായുധ സൈന്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിലാണ്. കഴിഞ്ഞ 2 വർഷമായിട്ടെങ്കിലും കൊടുമ്പിരി കൊള്ളുന്ന ആഭ്യന്തര യുദ്ധമാണ് സുഡാനിൽ അരങ്ങേറുന്നത്. ഈ ആഭ്യന്തര യുദ്ധത്തിന്റെ ഇടയിലേക്ക് 22 ലക്ഷത്തോളം പലസ്തീനിയൻസിനെയും കൂടി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വലിയ കലാമിറ്റിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് പുഷ്പം പോലെ സാധിക്കും. സുഡാന്റെ അനുവാദമുണ്ടെങ്കിൽ അത് സാധിക്കും. കാരണം വലിയ തോതിൽ പണം പമ്പ് ചെയ്യാൻ കഴിയും. അമേരിക്ക അതിനൊരു പ്രസ്റ്റീജ് മാറ്ററായിട്ട് എടുത്താൽ സുഡാനാണെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് നട്ടം തിരിയുന്ന രാജ്യമാണ്. അതുകൊണ്ട് ആ രീതിയിൽ വലിയ തോതിൽ പണം തരാം, സൈനിക സഹായം തരാം. ഈ സുഡാന്റെ ഭരണാധികാരി അൽഫത്ത, അദ്ദേഹത്തെ അധികാരത്തിൽ തുടരാൻ അമേരിക്കയുടെയും കൂടെ സഹായം ആവശ്യമുണ്ട്. അദ്ദേഹത്തെ അട്ടിമറിക്കാൻ അവിടെ ശ്രമങ്ങൾ നടക്കുന്നു. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ അമേരിക്ക തീർച്ചയായും, അമേരിക്ക മാത്രമല്ല ഇസ്രയേൽ ഉൾപ്പെടെ തീർച്ചയായും സുഡാനുമായി സംസാരിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നു. അതേക്കുറിച്ച് അറിവില്ല, അങ്ങനെയൊന്നില്ല എന്ന് സുഡാൻ പറയുമ്പോഴും അതിനുള്ള നല്ല സാധ്യത കാണുന്നു. പക്ഷെ മറ്റ് അറബ് രാജ്യങ്ങൾ സുഡാനെ ഒരിക്കലും പിന്തുണയ്ക്കില്ല. അവർ വേണ്ട എന്ന് പറഞ്ഞൊരു പദ്ധതി അറബ് ലീഗിലെ അംഗം കൂടിയായ സുഡാൻ എങ്ങനെയാണ് അനുവദിക്കുന്നത്? അതൊരു പ്രഹേളികയാണ്. അത് സുഡാന്റെ കാര്യം. 2, നമ്മുടെ സൊമാലിയയിലേക്ക് വരിക.
സോമാലിയ കിഴക്കൻ ആഫ്രിക്കൻ തീരത്ത് ഹോൺ ഇങ്ങനെ തള്ളി നിൽക്കുന്ന അറേബ്യൻ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരിടമാണ് സോമാലിയ. ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന സോമാലിയയിൽ വലിയ തോതിലുള്ള ആഭ്യന്തര പ്രശ്നമുണ്ട്. സോമാലിയ ഗവൺമെന്റിനെ മറിച്ചിടാനായി ശ്രമിക്കുന്ന വിഘടനവാദികളുണ്ട്. ഓൾറെഡി സോമാലിലാൻഡ് വിഘടിച്ചു പോയി. അത് മാത്രമല്ല, അൽ ഷബാബ് എന്ന് പറയുന്ന തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടന, അത് അൽ ഖൈദ ബന്ധമുള്ള സംഘടനയാണ്. ആ സംഘടന സോമാലി ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ അമേരിക്ക ചില ഉറപ്പുകൾ കൊടുക്കുകയാണ് സോമാലിയയ്ക്ക്. നിങ്ങളെ ഭരണത്തിൽ തുടരാൻ അനുവദിക്കാം, വലിയ സാമ്പത്തിക പാക്കേജ് തരാം, പക്ഷേ ഞങ്ങളുടെ അഭ്യർത്ഥന ഈ 22 ലക്ഷം പേരെ പൂർണ്ണമായോ അതിൽ ഒരു പങ്കോ നിങ്ങൾ ഒന്ന് തൽക്കാലത്തേക്കെങ്കിലും നിങ്ങൾ അധിവസിപ്പിക്കാൻ ശ്രമിക്കണം. സാറ്റലൈറ്റ് ടൗൺഷിപ്പുകൾ ഞങ്ങൾ ബിൽഡ് ചെയ്യാൻ സഹായിക്കാം. ദാരിദ്ര്യമുള്ള രാജ്യത്തെ ഒരു വലിയ കുളിർമല പോലെയായിരിക്കും, മഴ പോലെയായിരിക്കും ഇത്രയും വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം. അത് സോമാലിയയോട് അമേരിക്ക പറയുന്ന കാര്യമാണ്. അത് മാത്രമല്ല, വലിയ തോതിൽ സോമാലിയ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് തന്നെ, സോമാലിയ തീവ്രവാദികളെ എതിർക്കുന്നത് തന്നെ അമേരിക്കയുടെ സൈനിക സഹായം കൊണ്ടാണ്. അമേരിക്കൻ ആയുധങ്ങളാണ് സോമാലിയ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വെപ്പണറി എന്ന് പറയുന്നത്. അപ്പോൾ സോമാലിയയും ഇതേക്കുറിച്ച് പരസ്യമായി പറഞ്ഞിട്ടില്ല. കാരണം മറ്റ് രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ചൊരു സൂചനയില്ല. അത് മാത്രമല്ല, എത്രത്തോളം സീരിയസ് ആണ്, സോമാലിയയുടെ മനസ്സറിയാൻ വേണ്ടി മാത്രമാണോ പറയുന്നത്, അതിനെക്കുറിച്ചുള്ള അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ചകൾ എത്തിയിട്ടില്ലല്ലോ. ഇത് ആദ്യ പ്രാരംഭ ഘട്ടമാണ്. 2, മൂന്നാമത് ഉള്ളത് സോമാലി ലാൻഡ് എന്ന് പറയുന്ന പ്രദേശമാണ്. അത് സോമാലിയയിൽ നിന്നും വിഘടിച്ചു പോയി. ഈ പറയുന്ന ബാബൽ മന്ദേബ് എന്ന ചെങ്കടലിലേക്കുള്ള അറബിക്കടലിൽ നിന്നുള്ള വാതിൽ, ഏഡൻ ഉൾക്കടലിൽ വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത്, യമനുമായിട്ടൊക്കെ വടക്ക് കിഴക്ക് ഭാഗത്താണ്, അതായത് ഏഷ്യയിലാണ് യമൻ, അറേബ്യൻ പെനിൻസുലയിൽ തെക്ക് ഭാഗത്താണ് ആയിട്ടൊക്കെ ബന്ധമുള്ളൊരു പ്രദേശമാണ് സോമാലി ലാൻഡ്. അപ്പോൾ അത് വളരെ അടുത്ത് തന്നെയാണ്. അതായത് ഏഷ്യൻ വൻകരയിൽ നിന്നും വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ആ ഭാഗത്തേക്ക് അവരെ വിന്യസിക്കാൻ ഒരു നീക്കമുണ്ട്. സോമാലി ലാൻഡ് എന്ന് പറയുന്നത് സോമാലിലാൻഡിന്റെ ആവശ്യം എന്താണ്? മറ്റ് രാജ്യങ്ങൾ, ഇസ്രയേലും സോമാലിലാൻഡും തമ്മിൽ ചർച്ചകൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. അവരുടെ ഏക ആവശ്യം ഞങ്ങളെ സ്വതന്ത്ര പരമാധികാര രാജ്യമായി അംഗീകരിക്കണം. അപ്പോൾ സോമാലിയ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല, ഇസ്രായേലുമായി യാതൊരു ഇടപാടുകളുമില്ല. പക്ഷേ സോമാലി ലാൻഡിന് ചില അനൗപചാരികമായ ഇടപാടുകളുണ്ട്. അതുകൊണ്ട് ആ വഴിയാണ് പിന്നീടുള്ള ചിന്തകൾ. പക്ഷേ സോമാലി ലാൻഡിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു പ്രസ്താവന ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ചുരുക്കത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, അങ്ങനെയൊന്നുമില്ല എന്ന് പൊതുവെ അമേരിക്കയും ഒക്കെ നിഷേധിക്കുമ്പോഴും പാരലായി രഹസ്യമായി ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പലസ്തീനിയൻ വിഷയം പൂർണ്ണമായി പരിഹരിക്കണം എങ്കിൽ ഗസൻസിനെ ഗാസയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അത് സാധിക്കില്ല എന്ന് എങ്ങനെയോ അമേരിക്കയും ഇസ്രയേലും ധരിച്ചിരിക്കുന്നു. അവർക്ക് പോകാൻ അറബി രാജ്യങ്ങളൊന്നും ഇടവില്ല, അയൽ രാജ്യങ്ങളൊന്നും ഇടവില്ല. അങ്ങനെയെങ്കിൽ മറ്റ് ഇടങ്ങൾ കണ്ടെത്തി കൊടുക്കണം. അത് തങ്ങളുടെ നിയോഗമാണ്, തങ്ങളുടെ പ്രസ്റ്റീജിൻ്റെ വിഷയമാണ്. ഒരിക്കൽ ഹമാസിൻ്റെ പോരാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗസൻസും ഗാസയിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് ഗസയിലേക്ക് തിരിച്ചു വരാനാവില്ല. അങ്ങനെയെങ്കിൽ ഗാസ പുനരുജ്ജീവന പദ്ധതി ട്രംപ് ഉദ്ദേശിക്കുന്നത് പോലെ നടക്കും. അപ്പം ട്രംപിൻ്റെ പ്രോഗ്രസ് കാർഡിൽ താൻ പറഞ്ഞത് ആത്യന്തികമായി നടപ്പിലാക്കിയെടുത്തു എന്ന് മേനി പറയണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. പക്ഷേ മറ്റ് വിഷയങ്ങളിൽ, ഗ്രീൻലൻഡ് വിഷയത്തിൽ ട്രംപ് പറയുന്നത് പോലെയോ പാനമ വിഷയത്തിൽ തീരുമാനം പറയുന്നത് പോലെയോ ഒന്നുമല്ല. ഇത് അതീവ വൈകാരികമായ ഒരു വിഷയമാണ്, ഒരു ജനതയുടെ ആവിഷ്കാരമാണ്. എത്ര വലിയ സ്വർഗരാജ്യം തരാമെന്ന് പറഞ്ഞാലും സ്വന്തം നാട് പൂർണ്ണമായി ഉപേക്ഷിച്ച് മറ്റൊരിടത്ത് കുടിയിരുത്താം എന്ന് പറഞ്ഞാൽ ലോകത്താത്മാഭിമാനമുള്ള ഒരു ജനതയും അത് അംഗീകരിക്കില്ല എന്ന മനഃശാസ്ത്രം, മനുഷ്യൻ്റെ ഒരു മനസ്സാണ്. ആ മനഃശാസ്ത്രം അറിയാമായിരുന്നിട്ടും ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ, ഇങ്ങനെയുള്ള ചില കുതന്ത്രങ്ങൾ, ചില തന്ത്രപരമായ നീക്കങ്ങൾ, ഇതെല്ലാമായി അമേരിക്ക മുന്നോട്ട് പോകുമ്പോൾ ആത്യന്തികമായി അമേരിക്കയുടെ മനസ്സിൽ ഇസ്രയേലിന് യാതൊരു സുരക്ഷാ ഭീഷണിയും ഉണ്ടാകരുത് എന്ന ഒരാഗ്രഹവും, അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് പറയുന്നത് ചെയ്യും എന്ന ഒരു ട്രാക്ക് റെക്കോർഡ് പാലിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടുമായിരിക്കാം. പക്ഷേ ഇപ്പോഴും ഈ ഇതിപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലാണ്. ആദ്യ ഘട്ടത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു. അത് ഏതാണ്ട് ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ അത് തീർച്ചയായിട്ടും അതിന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഇങ്ങനൊരു സംസാരം ഉണ്ടായിരുന്നത് കറക്റ്റാണ്. അതിനോട് അനുരൂപമായിരിക്കില്ല ഈ രാജ്യങ്ങൾ പ്രതികരിച്ചത് എന്നത് മാത്രമാണ് വിഷയം. പക്ഷേ ഇന്ന് സുഡാനും സോമാലിയായും സോമാലിലാൻഡും
നാളെ മറ്റ് ചില രാജ്യങ്ങളിലേക്കും കൂടി ഇൻവിറ്റേഷൻ നീണ്ടേക്കാം. അതുകൊണ്ട് ട്രംപ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. പക്ഷെ നടപ്പാകുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച പുനരുദ്ധാന പദ്ധതി, ഈജിപ്റ്റ് മുന്നോട്ട് വെച്ചതും അറബ് ലീഗ് കഴിഞ്ഞ ആഴ്ച അംഗീകരിച്ചതുമായ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാവുകയാണെങ്കിൽ അവിടെ തുടങ്ങി വെക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്, രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ എങ്ങുമായിട്ടില്ല. ഇപ്പോൾ തന്നെ രണ്ടാം ഘട്ടം വെടിനിർത്തൽ നിലവിൽ വരേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ആ ചർച്ചകൾ പരിസമാപ്തിയിൽ എത്തി നിർത്താൻ ഇസ്രയേലും കഴിഞ്ഞിട്ടില്ല, മറുഭാഗത്ത് മധ്യസ്ഥന്മാർക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കൈറോയിലും ഖത്തറിലുമൊക്കെയായി ചർച്ചകൾ തുടരുകയാണ്. അതുകൊണ്ട് സന്നിഗ്ധാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഗാസ നിവാസികളുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് വീണ്ടും 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 വാർത്തകൾ നിറയുന്നത്.